ഫുഡീസ്, ഇന്ന് ഒരു ട്രാവൽ വ്ളോഗ് ആക്കിയാലോ. ഇന്ന് നമ്മൾ അബുദാബിയിലെ ഏറ്റവും വലിയ ഹിന്ദു മന്ദിറിലേക്ക്, ബാബ്സ് ഹിന്ദു മന്ദിറിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ വരുന്ന വഴി തന്നെ ഗേറ്റിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗ് സ്ക്രീൻ ചെയ്യും, പിന്നെ നമ്മൾ വെയർ ചെയ്ത ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യും അവർ. അപ്പം അത് സൈറ്റിൽ നോക്കി തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് നിങ്ങൾക്ക് വെയർ ചെയ്യേണ്ടതൊക്കെ. ഇങ്ങനെ നമ്മൾ നിന്ന് കയറി ഇതൊക്കെ കുറേ മണിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ മണിയൊക്കെ അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ഒരു മണിയൊക്കെ അടിച്ചു. രണ്ട് സൈഡിലും ഇങ്ങനെ കുറച്ച് സ്റ്റോൾസും കഫേസും ആയിട്ടുണ്ട് കേട്ടോ. താഴത്തെ ഭാഗങ്ങൾ കാണുന്നത് അതാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ചെരുപ്പുകൾ അവിടെ സൂക്ഷിക്കാനുള്ളൊരു കൗണ്ടർ ഉണ്ട്. അവിടെ അവർ വെക്കുക. അങ്ങനെ ആൾക്കാരൊന്നുമില്ല. അവിടെ ഇങ്ങനെ കുറേ റാക്ക് ഉണ്ടാവും. അവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കുക. ABC എന്നൊക്കെ എഴുതിയിട്ട് അപ്പം ഏത് റാക്കിലാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ അത് അവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ മേലോട്ടേക്ക് നടന്നു വരികയാണ്. നടന്ന് വന്നതിന് ശേഷം സൈഡിൽ കാണുന്നതാണ് ഇങ്ങനെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഓപ്പൺ ഓഡിറ്റോറിയം. അതിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റെപ്സും ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റെപ്സിലൂടെ കയറി പോവാണ്. ഇന്ന് അത്യാവശ്യം കുറച്ച് റഷ് ഉണ്ട്, പക്ഷേ ഇതിലും റഷ് ഉണ്ടാവും പോലും വീക്കെൻഡ്സിൽ കേട്ടോ. നമ്മൾ ഫ്രൈഡേ ആണ് പോയത്. ഇവിടെ ഈവനിങ്ങിൽ 7:30 ആകുമ്പം ഒരു ഗംഗാ ആരത്തി പൂജയുണ്ട് കേട്ടോ. അത് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഇത് വരുന്നതിന് മുന്നേ നമ്മൾ ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്യണം. ആരതിക്കല്ല, സാധാരണ നമ്മൾ ടെമ്പിളിൽ വിസിറ്റ് ചെയ്യുന്നത് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് വിസിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈനിൽ ഇവിടെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബുക്കിംഗ് കാണും. അങ്ങനെ ബുക്കിംഗ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് ബുക്കിംഗ് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളിൽ കയറ്റും. അപ്പം വരുന്ന വഴി തന്നെ ബുക്കിംഗ് ചെയ്തോളൂ കേട്ടോ. അപ്പം അവിടുന്ന് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരു QR കോഡ് കിട്ടും. അങ്ങനെ അത് സെക്യൂരിറ്റിയിൽ കാണിച്ചു കൊടുത്ത് ആ സെക്യൂരിറ്റിയിൽ അവർ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടും. ഇവിടുത്തെ ഓപ്പൺ ഓഡിറ്റോറിയമാണ്. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്നിട്ട്, ഇവിടെയാണ് ഈ ഗംഗ ആരത്തി നടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് അത് കാണേണ്ടത്. അപ്പം ഈ പൂളിലേക്കാണ് ആ ആരത്തി ഇങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പം സന്ധ്യ ആകുമ്പം നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ ഏകദേശം ഉള്ളിലൊക്കെ പോയി. ഉള്ളിൽ എടുക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഉള്ളിൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അത് ഓഫ് ചെയ്തിട്ട് ഉള്ളിലൊക്കെ കണ്ട് ഫുൾ കൊത്തുപണികളാണ്. ഫുള്ള് ഒരു സ്ഥലം പോലും ഇല്ല. അത്രയും അടിപൊളിയാണ് ഇത് കാണാൻ. ടെമ്പിളിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലെല്ലാം കണ്ട് എന്നിട്ട് പുറത്തിറങ്ങി പിന്നെയും കുറച്ച് ഫോട്ടോ സെഷനെല്ലാം എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ വന്നു. അപ്പം അതിൻ്റെ താഴെ തന്നെ നമ്മൾ ചെരുപ്പൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടെയാണ് ഈ കഫേ ഉള്ളത്. അവിടെ കഫേയിൽ വന്നു. വലിയൊരു കഫേയാണ്. അവിടെ 4-5 കൗണ്ടർ ഉണ്ട്. ഇങ്ങനെ ബേ ലീഫ്, ബേസിൽ ലീഫ്, ബനാന ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൗണ്ടേഴ്സിൻ്റെ പേര്. വളരെ ചീപ്പാണ്. അങ്ങനെ ഞങ്ങൾക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വെജ് പിസ്സയും നമ്മളൊരു പാനിപ്പൂരിയും ഇതുപോലെ ഇഡ്ഡലിയൊക്കെ വാങ്ങി. കുഴപ്പമില്ല, അത്രയും പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം സന്ധ്യയായി. അപ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഇട്ടു. ടെമ്പിളിൽ നിറച്ച് ലൈറ്റൊക്കെ ഓണായി. നല്ല രസമായിരുന്നു സന്ധ്യ ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ നല്ല അടിപൊളി വോം ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും സീറ്റ് പിടിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് ആരത്തി പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സീറ്റ് പിടിക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ചിട്ട് ഇത്ര ക്രൗഡ് ഉണ്ടാകുന്ന ആ ടൈമിൽ നമ്മൾ മെല്ലെ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാകാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പം കുറച്ച് നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡിവോഷൻ സോങ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെല്ലെ കയറി ഇവിടെ നമ്മൾ സ്റ്റേജിൽ കണ്ടോ, ഇതേപോലെ ഒരു സ്റ്റേജിൽ കുറച്ച് സീറ്റ് കിട്ടി. അപ്പം അവിടെ കയറിയിരുന്നു. അപ്പം വേഗം തന്നെ വന്ന് സീറ്റ് പിടിക്കുക, എന്നാലേ ആരത്തി പൂജയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ ഈ പൂളിലേക്ക് ഒരു ലേഡി ഇങ്ങനെ LED ബൾബിൻ്റെ ആണ് ഇടുന്നത്. അവരെല്ലാം യൂസ് ചെയ്യുന്നത് LED ബൾബ്സാണ്, കുഞ്ഞുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൂള് നിറച്ചും LED ബൾബ്സ് പോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ആരത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആ ഒരു സൈഡിൽ നിന്ന് കുറച്ചും കൂടി നല്ല വ്യൂ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ബാക്ക്വേർട്ടായിരുന്നു. ഇപ്പോഴത്തെ സൈഡായിരുന്നു നമ്മൾ ഇരുന്നുണ്ടായ, ലെഫ്റ്റ് സൈഡിലായിരുന്നു ഇരിക്കേണ്ടത്. അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നുണ്ടായത്. ശരിക്കും ഒരു 10 to 15 minutes ഈ ആരത്തി പൂജ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ. 8 o'clock ടെമ്പിൾ അടക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബാബ്സിൻ്റെ വിശേഷം. ടെമ്പിൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർ വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഉള്ളിൽ പോകുമ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ കൊത്തുപണികളാണ്. അത് കാണേണ്ടത് തന്നെയാണ്. ഒരു കല്ല് പോലും ഇല്ല, പ്ലെയിനായിട്ട് ഫുൾ ഓരോന്നോരോന്നായിട്ട് കൊത്തി വെച്ചിട്ടുള്ളത്. അത് കാണാൻ ഏറ്റവും ഭംഗി. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.